വാളകത്ത് അധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന സിബിഐ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. അന്വേഷണം അട്ടിമറിച്ച സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളകത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജംഗ്ഷനിൽ നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി.പി. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി പോലീസിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പോലീസ് പറഞ്ഞത് വാളകത്ത് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർമി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായ ഗീതാകുമാരിയുടെ ഭർത്താവായ ആ സ്കൂളിലെ അധ്യാപകനായ കൃഷ്ണകുമാറിന്റെ ആസനത്തിൽ പരിക്കേൽക്കുന്ന തരത്തിലുണ്ടായ അപകടം ഉണ്ടാക്കിയത് ഒരു ആൾട്ടോ കാറാണ് എന്നാണ് അന്ന് വിചിത്രമായ വാദഗതികൾ ഈ സമൂഹത്തിന് മുന്നിൽ, ഈ വാളകത്തെ ജനങ്ങൾക്ക് മുമ്പിൽ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അന്ന് ഈ കൊട്ടാരക്കരയിലെ പോലീസ് സേവാന്മാർ പറഞ്ഞത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വരിയിൽ പരിക്കേറ്റ് കിടന്നിരുന്ന അധ്യാപകനെ എത്തിക്കുകയും പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്ത ഡോക്ടർ കുറിച്ചിട്ടു. അദ്ദേഹത്തെ പരിശോധിച്ച കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ വിജയശ്രീ കുറിച്ചിട്ടത് കമ്പിപ്പാറ പോലുള്ള ഏതോ ആയുധം ഉപയോഗപ്പെടുത്തി നടത്തിയ അക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ മുറിവാണ് ശ്രീമാൻ കൃഷ്ണകുമാറിന് ഏറ്റിരിക്കുന്നത് എന്നാണ്. ഡിവൈഎഫ്ഐ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിജു കോട്ടാത്തല അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ വാളകം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ജി രതീഷ് സ്വാഗതം പറഞ്ഞു. സിപിഎം നേതാക്കളായ വി രവീന്ദ്രൻ നായർ, എൻ ബേബി, കെ പ്രമോദ്, ബെന്നി ജോർജ്, ഡിവൈഎഫ്ഐ നേതാക്കളായ ആർ രാജേഷ്, എസ് സജീഷ്, ലിനുകുമാർ എസ്, അഭിലാഷ് ജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.